പാചകവാതക പ്രതിസന്ധിക്ക് പിന്നാലെ ജില്ലയിലെ പെട്രോൾ പമ്പുകളിലും തിരക്ക് വർദ്ധിക്കുന്നു. ഇന്ധന പ്രതിസന്ധി ഉണ്ടാകുമെന്ന ആശങ്കയെ തുടർന്നാണ് ആളുകൾ കൂട്ടമായി പെട്രോൾ പമ്പുകളിലേക്ക് എത്തുന്നത്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ഇന്ധന കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. നെടുങ്കണ്ടത്തെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പമ്പിൽ നിന്നും ഞങ്ങളുടെ പ്രതി അനീഷ് ചേർന്നു. പാചകവാതക പ്രതിസന്ധിക്ക് പിന്നാലെ ഇപ്പോൾ ജില്ലയിലെ പെട്രോൾ പമ്പുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെ മുതൽ ഞാനിപ്പോൾ ഉള്ളത് നെടുങ്കണ്ടത്തെ പെട്രോൾ പമ്പിലാണ്. ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പിലാണുള്ളത്. ഇവിടെ വലിയ തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. നെടുങ്കണ്ടത്തെ 2 പെട്രോൾ പമ്പുകളാണുള്ളത്. 2 പെട്രോൾ പമ്പുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ധനം ലഭിക്കാതെ പെട്രോൾ പമ്പുകൾ അടച്ചിടുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇപ്പോഴും വലിയ തിരക്കാണ്. ആളുകളിൽ ഒരു പരിഭ്രാന്തി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാവരും തന്നെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് വാഹനങ്ങളിൽ കരുതൽ നിക്ഷേപമായി സൂക്ഷിക്കുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെയാണ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഈ പെട്രോൾ പമ്പിന്റെ ഉടമയായിട്ടുള്ള ആളാണ്. ബിക്കോസ് എങ്ങനെയാ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജനങ്ങൾ ആശങ്കയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? ഒരാഴ്ചയായിട്ട് ഒരു പതിവില്ലാത്തൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗം LPG രംഗത്തെ നിയന്ത്രണങ്ങളും ദൗർലഭ്യം വരികയും പോർട്ടുകൾ പൂട്ടുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇന്ധനവും അതുപോലെയാണോ, പെട്രോൾ ഡീസലും അതുപോലെയാണോ എന്നുള്ള ആശങ്കയാണ് വർദ്ധിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് 7 മണിക്കൂർ കൊണ്ട് ഓടി എറണാകുളത്ത് വേണം ലോഡ് വരാൻ. അപ്പൊ എവിടെയെങ്കിലും പമ്പില് സ്റ്റോക്ക് നിലവിലുള്ള 2 പമ്പാണ് ഉള്ളത് ഇവിടെ. അപ്പൊ ഒന്നിൽ ഷോർട്ടേജ് ആയി കഴിഞ്ഞാൽ മറ്റേ ലോഡ് ചിലപ്പോൾ ഓൺ ദ വേ ആയിരിക്കാം. ഇവിടെ എത്തുന്നതിന് മുമ്പ് ഒരു ഗ്യാപ്പ് വരുമ്പോഴേക്കും ആളുകൾ അവിടെ തീർന്നു, പമ്പടച്ചു എന്ന് ആളുകൾ പരസ്പരം പറഞ്ഞ് ഇന്നലെ ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവം, തൂക്കുപാലത്തൊരു സ്റ്റോക്ക് തീർന്നു പമ്പില്. പക്ഷെ അവിടെ ഇന്ധനം തീർന്നു, ദൗർലഭ്യമാണെന്നൊരു മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ കൂടി വന്നതോടുകൂടി വളരെ വേഗം ആളുകൾ 1, 2, 3 ജാറ് പുള്ളി വന്നൊരു ഓട്ടോയും വിളിച്ചു വന്ന് ആവശ്യമില്ലാത്ത ഒരു തിരക്കുണ്ടാക്കി. അങ്ങനെ പമ്പുകളിൽ പെട്ടെന്ന് തിരക്കാവും. പമ്പിൽ എത്ര തിരക്കെന്ന് വന്നാലും ഇപ്പൊ നമുക്ക് 10 ലിറ്റർ അടിച്ചു കൊടുക്കാൻ ഒരു സമയം വേണം. ആ സമയം കഴിഞ്ഞ് അടുത്ത വണ്ടി ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് തിരക്ക് വന്നാലും നമ്മൾ ഒരു മണിക്കൂറാണ് ഇത്ര ലിറ്റർ അടിച്ചു മാറുള്ളൂ എന്നുള്ള വ്യവസ്ഥയുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് വണ്ടി ഇങ്ങനെ റോഡിലൂടെ വരുമ്പോൾ ഒഴിയെ വന്ന ആൾക്ക് യാത്രാ തടസ്സം വരുന്നു. അങ്ങനെ നമ്മുടെ പമ്പ് കൈവേടെ ഭാഗത്തിലായതുകൊണ്ട് നല്ലതുപോലെ തിരക്ക് മുന്നേറ്റത്തോടെ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് കാർണവത്തിന്റെ മേഖലയാണല്ലോ. അപ്പൊ നല്ലതുപോലെ വേനല. ഏലത്തിന് വെള്ളം അടിക്കാനും ഒക്കെ പെട്രോൾ ഡീസലൊക്കെ ആൾ ഉപയോഗിക്കുന്നുണ്ട്. അവര് പതിവായിട്ട് നേരത്തെ പോലെ കടിച്ച് സ്റ്റോക്ക് ചെയ്യുന്നവരുണ്ട്. ജാറുകാർ വരുന്നവരെയൊക്കെ കുറച്ചൊക്കെ കൊടുത്ത് ഇവിടെ നമ്മൾ തിരക്കിനെ ബാധിക്കാതെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പരിപൂർണമായി ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ലോഡ് വരിക എന്ന് പറഞ്ഞാൽ അതിന് ഇതുവരെയും ലോഡ് വരുന്ന തടസ്സമൊന്നും വന്നിട്ടില്ല. നമുക്ക് ഒരു 2 മാസത്തേക്കുള്ള സഫീഷ്യന്റ് സ്റ്റോക്കുണ്ട്. അവിടെ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് കമ്പനിയുടെ ഭാഗത്തുള്ള ഇൻഫർമേഷൻ. നമ്മൾ പരമാവധി നിയന്ത്രണം ഏർപ്പെടുത്തി ആളുകൾക്ക് പരമാവധിയായ വിതരണം കൃത്യമായി നടത്താനുള്ള എല്ലാ പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലും ഇന്ധനം തീരുമോ, ദൗർലഭ്യം വരുമോ എന്നുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. അത് അങ്ങനെ തന്നെയാണ്. ആളുകൾ ഇന്ധനം തീരുമോ എന്നുള്ള ഒരു പേടിയുടെ പുറത്തൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ ഒരു നീണ്ട നിരയൊക്കെ പെട്രോൾ പമ്പുകളിൽ കാണുന്നത്. ഇപ്പോൾ എന്റെ പുറകിൽ കാണാം, ഇപ്പോൾ എത്തിയ ലോഡാണ്. ആ ലോഡ് ഇറക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇവിടുത്തെ ജീവനക്കാർ ചെയ്യുന്നത്. ഇത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ജോബിൻ കോശിക്കൊപ്പം അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.